ഹായ്. ഒരു കൊലയാളിയും ആ ഒരു കൊലയാളിയെ തേടിയുള്ള അന്വേഷണമൊക്കെ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന ഒരു തായ്വാനീസ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ഇത് അബൻഡന്റ് എന്നുള്ളത്. എന്തായാലും ഈ ഒരു ചിത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചിത്രത്തിൻ്റെ ഒരു പ്ലോട്ട് എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ചിത്രത്തിനുള്ളിൽ ഒരു കില്ലറുണ്ട്. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയതായിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ നായിക ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. അവളൊരു ഡെഡ് ബോഡി കാണുകയാണ്. അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മൈതാനത്തിനടുത്തായിട്ട് ഒരു ഡെഡ് ബോഡി അവൾ കണ്ടെത്തുകയാണ്. ശേഷം അന്വേഷിക്കുകയാണ് ഈ ഒരു പെൺകുട്ടി ആരാണ്, ഇവളെ ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നതെന്നൊക്കെ തന്നെ അന്വേഷിച്ചിറങ്ങുകയാണ്. ഇതിനുശേഷം പ്രേക്ഷകരിലേക്കും അല്ലെങ്കിൽ നായികയിലേക്കും ഒക്കെ കാണിച്ചു തരുന്ന അല്ലെങ്കിൽ അറിഞ്ഞു വരുന്ന കുറച്ച് സത്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രൈം ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണിത്. കാരണം ഇതിൻ്റെ കഥ എടുത്തു നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സസ്പെൻസ്ഫുൾ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആരാണ് കൊലയാളി, എന്തിനു വേണ്ടി എന്നുള്ള ഒരു ചോദ്യം, അത് അവസാനം വരെ പക്കാ സസ്പെൻസ്ഫുള്ളായിട്ടാണ് സിനിമയുടെ റൈറ്റിങ്ങിലൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സോ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഒരു ആകാംക്ഷയുണ്ട്. അല്ലെങ്കിൽ മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കാനും അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ആ ഒരു ആകാംക്ഷ നിലനിർത്താൻ വേണ്ടി ചിത്രത്തിൻ്റെ കഥയ്ക്ക് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ കഥ ഇങ്ങനെ അവതരിപ്പിച്ച് പോകുമ്പോഴത്തേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേൺസും കാര്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് സൃഷ്ടിക്കുന്നുണ്ട് ഈ ഒരു കഥ എന്നുള്ളത്. അതുപോലെ തന്നെ പ്രകടനങ്ങളും മികച്ച രീതിയിൽ നിന്നിട്ടുള്ള ഒരു സിനിമയാണ്. എസ്പെഷ്യലി പറയേണ്ടത് നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ഏതൻ ജുവാൻ എന്ന് പറയുന്ന ആക്ടറാണ്. നല്ല രസമായിരുന്നു പുള്ളിയുടെ പ്രകടനം കണ്ടുകൊണ്ടിരിക്കാൻ. അതുപോലെ തന്നെ എൻ്റെ അദ്ദേഹം പറഞ്ഞു ഒരു സൈക്കോ കില്ലറുണ്ട്, ആ കില്ലറുടെ പ്രകടനവും രസമായിരുന്നു. അത് ക്ലൈമാക്സറൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം നല്ല രസമായിട്ടാണ് പുള്ളി ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നതെന്ന്. അതുപോലെ നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആക്ട്രസും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ നായികയുടെ ഒരു ജൂനിയർ ആയിട്ട് അല്ലെങ്കിൽ നായികയുടെ ഒപ്പം തന്നെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ട് ഒരു ചെറിയൊരു താരം കൂടിയുണ്ട്. ആ ഒരു ആക്ട്രസും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രകടനമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കലി ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം നിങ്ങൾക്കറിയാലോ ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ആ ത്രില്ലിംഗ് മൊമെന്റ്സ് കൂടുതലായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ചിത്രത്തിന്റെ BGM വർക്ക് എന്നുള്ളത്. നല്ല രസമായിട്ടാണ് ആ മ്യൂസിക് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ചിത്രത്തിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ഗ്രിപ്പിംഗ് ഫീൽ ഉണ്ടായിരുന്നു ആ ഒരു BGM സ്കോറിനും കാര്യങ്ങൾക്കൊക്കെ തന്നെ. അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫി പ്ലസ് എഡിറ്റിംഗ് വർക്കും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിക്കും. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. 1.25 മണിക്കൂറാണ് ചിത്രത്തിന്റെ ലെങ്ത് എന്നുള്ളത്. 1.25 മണിക്കൂറും അത്യാവശ്യം സസ്പെൻസ്ഫുൾ ആയിട്ട് കുറച്ച് ത്രില്ലൊക്കെ അടിച്ചിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണിത്. പിന്നെ കുറച്ച് സ്ലോ ആയിട്ടാണ് സ്ക്രീൻ പ്ലേ ഒക്കെ പോകുന്നത്. അത് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക. അത് വലിയ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഫീൽ വരില്ല, എങ്കിലും വലിയ മുഷിപ്പൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ത്രില്ലർ സിനിമയാണ് കാണുന്നതെന്നുള്ള ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ഉടനീളം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചിത്രം നൽകുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഡെഡ് ബോഡി കിട്ടിയതിന് ശേഷം ഒരു പോസ്റ്റ്മോർട്ടം ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ബോഡി ന്യൂഡായിട്ടാണ്. സോ നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ ഒരു 18+ കണ്ടന്റ് എന്ന് തന്നെ പറയാൻ സാധിക്കും. സോ മെച്യൂർ ആയിട്ടുള്ളവർ തന്നെ ഇരുന്ന് കാണാനും കൂടെ ശ്രമിക്കുക. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവച്ചേക്കുക. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. എന്നൊക്കെ പറയുന്നതിന് മുന്നോടിയായിട്ട് റേറ്റിംഗ് പറഞ്ഞല്ലോ, സിനിമയ്ക്കൊരു 7/10 ആണ് നൽകുന്ന 10. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.